കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മുഖത്തടിയേറ്റത്. രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറി അങ്ങോട്ട് ആണ് ഒരു അമ്മ ഒരാൾ പേഷ്യൻ്റെ അമ്മ ഒന്ന് മകൻ്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ്. അവർ ബഹളം വയ്ക്കും. ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ, നീ ആരാടി, അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വേണ്ടില്ല, സാമാന്യം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു, മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കരുതെന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ്. അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെ ആയാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ, എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നതും എന്നോട് സംസാരിച്ചതും. എന്നെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ്. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വാക്കുകൊണ്ടാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും ശരി, എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. അരുൺരാജ്, വന്ദനയുടെ ചോര വീണ കൊട്ടാരക്കരയിൽ നിന്ന് അധികം അകലെയല്ല ഈ ചവറ. ഈ പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടും കർശനമായ നടപടികൾ ഉണ്ടാകുന്നില്ലേ? ഈ സംഭവത്തിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായും ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ വന്ദനയുടെ ചോര വീണ് 1 വർഷം തികഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മറ്റൊരു ഡോക്ടർക്ക് ചവറയിൽ ഈ ഗതി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒ പി ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു പേഷ്യൻ്റ് എത്തുന്നു. ഈ പേഷ്യൻറ്റിനൊപ്പം കൂടെ 6 പേരാണ് ആ പേഷ്യൻറ്റിനൊപ്പം ഉണ്ടായിരുന്നത്. ആദ്യം ഈ രോഗിയെ കൃത്യമായി ഡോക്ടർ ചികിത്സിച്ചു. ഇതിനുശേഷമാണ് ഈ രോഗിക്ക് ചെറുമകൾ കൂടി, ആ രോഗിയുടെ ചെറുമകൾ കൂടി അലർജിയുടെ അസുഖമുണ്ടെന്ന് പറഞ്ഞത്. ആ ഘട്ടത്തിൽ ആ രോഗിയെ കൂടി ഡോക്ടർ ചികിത്സിക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു. പിന്നീട് ഈ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ രോഗിയുടെ തന്നെ രണ്ടാമത്തെ രോഗിയുടെ തന്നെ പിതാവ് ആദ്യം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഈ രോഗിയെ നോക്കുന്ന സമയത്ത് കൃത്യമായി ഇതിന്റെ ചികിത്സ നടത്തിയില്ല എന്നാരോപിച്ചായിരുന്നു ആദ്യത്തെ പ്രൊവോക്കേഷൻ ഉണ്ടായത്. പക്ഷേ ഈ രോഗിയും അതുപോലെ തന്നെ ഡോക്ടറും ആ സമയം തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ല, ഞാൻ എല്ലാ വിവരങ്ങളും നോക്കിയിട്ടാണ് ചികിത്സ നൽകിയതെന്ന് ഡോക്ടർ ആവർത്തിച്ചിട്ടും ഇത് കേൾക്കാൻ കൂട്ടാക്കാതെ രോഗിയുടെ കൂടെ എത്തിയവർ ഡോക്ടറെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഡോക്ടർ ഈ സമയത്ത് തന്നെ ചവറ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. ചവറ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും കേസോ മറ്റു നടപടികളോ സ്വീകരിക്കാൻ ചവറ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറയുന്നത്. ഡോക്ടറുടെ പരാതിയിൽ ഇപ്പോൾ ചവറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പും കൂടി ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം ഈ രോഗിയുടെ കൂട്ടിരിപ്പുകാർ പറയുന്നത് തങ്ങളുടെ രോഗിക്കും ഈ കൂടെ വന്നവർക്കും മതിയായ ഒരു പരിഗണന ലഭിച്ചില്ല, രോഗിയെ കൃത്യമായ രീതിയിലല്ല ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്ന വിമർശനം അവരും ഇതേ സമയം തന്നെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഉണ്ടായ സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടറെ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും അനുവദിക്കാൻ കഴിയാത്തതാണ്. നിയമപരമായി വലിയ ശിക്ഷ തന്നെ അർഹിക്കുന്നതാണ്. പക്ഷേ അപ്പോഴും ഈ സംഭവങ്ങൾ തുടർക്കഥയാവുകയും ചെയ്യുന്നു. തീർച്ചയായും ചവറയിലാണ് വനിതാ ഡോക്ടർക്ക് നേരെ മർദ്ദനം. ഇന്നലെ കോഴിക്കോട് കോടഞ്ചേരിയിൽ മറ്റൊരു പുരുഷ ഡോക്ടർക്ക് നേരെ അസഭ്യവർഷവും മർദ്ദന ശ്രമവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോഴും പുതിയ നിയമങ്ങളുണ്ടായി, വന്ദനയുടെ പേരിൽ നിയമമുണ്ടായിട്ടും ഇപ്പോഴും ഡോക്ടർസിന് നേരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം തുടർക്കഥയാവുന്നത് അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യമാണ്.